മലരിക്കൽ ആമ്പൽ ഫെസ്റ്റ് ലോക ശ്രദ്ധയിലേക്ക് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ടൂറിസം പ്രവർത്തനങ്ങളുടെ റോഡിൻ്റെ നിർമ്മാണം ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. ഈ വർഷം റെക്കോർഡ് ജനസഞ്ചയമാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയത്. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് മല്ലിക്കലെ കർഷകർക്ക് ഇവിടുത്തെ തദ്ദേശീയ ജനതയ്ക്കും ടൂറിസത്തിൽ നിന്ന് 2 കോടിയിലേറെ രൂപ വരുമാനം ലഭിച്ച ഏറ്റവും ഫലപ്രദമായ ഉത്തരവാദിത്ത ടൂറിസത്തിൻ്റെ ഒരു ഇടമായിട്ട് മല്ലിക്കൽ മാറിയിട്ടുണ്ട്. ഹരിത ടൂറിസമാണ്. വളരെ ശ്രദ്ധേയമായ നിലയ്ക്ക് അത് വൃത്തിയായി ഈ ടൂറിസം കേന്ദ്രം സൂക്ഷിക്കുന്നതിൽ ഇവിടുത്തെ ജനങ്ങളും അതുപോലെ തന്നെ സന്ദർശകരും സഹായകരമായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാലിന്യമുക്ത നവകേരളത്തിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രി എം പി രാജേഷ് മല്ലിക്കലേക്ക് വരുന്നത് അതിൻ്റെ കൂടെ ഒരു പശ്ചാത്തലത്തിലാണ്. ഹരിത ടൂറിസത്തിൻ്റെ സന്ദേശവുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. രാവിലെ തന്നെ അദ്ദേഹം ഈ മല്ലിക്കൽ ആമ്പൽ പൂക്കൾക്കിടയിലേക്കുള്ള യാത്ര ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ജല ടൂറിസം എന്ന് പറയുന്നത് വള്ളങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് മീനച്ചിലാർ, മീനന്തറിയാർ, കുടൂരാർ പുനഃസംയോജന പദ്ധതി, തോടുകൾ തെളിച്ചെടുത്തതിൻ്റെ ഭാഗമായിട്ട് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചത്. ഇന്നിപ്പോൾ മന്ത്രി എത്തുമ്പോൾ നമ്മുടെ സിഡ്നി മോണ്ടിസോറി സ്കൂളിലെ കുട്ടികൾ കാത്തിരിപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നടന്ന സെൽഫി മത്സരമുണ്ട്. ആ സെൽഫി മത്സരം നടത്തിയത് മലയാള മനോരമയാണ്. അതിൻ്റെ സമ്മാനദാനത്തിന് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ ഉണ്ടാകും. അതിനുശേഷം ഈ പ്രദേശത്ത് അദ്ദേഹം സന്ദർശിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ ഒരു മാസക്കാലം നീണ്ടുന്ന ഈ ആമ്പൽ വസന്തത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ വർഷം. 40 ദിവസമാണ് ഇപ്പോൾ ഏതാണ്ട് ഇത്തവണ സീസൺ കിട്ടിയത്. ഇനിയിപ്പോൾ വെള്ളം പറ്റിച്ച് ഇത് കൃഷിയിലേക്ക് പോകുമ്പോൾ ആമ്പലുകൾ നശിക്കും. അടുത്ത വർഷം വീണ്ടും ആഗസ്റ്റ് മാസത്തോടുകൂടി ആമ്പൽ വസന്തം വീണ്ടും വരും. അപ്പോൾ ഇവിടുത്തെ പശ്ചാത്തല സൗകര്യമൊക്കെ കുറേ കൂടി സൗകര്യങ്ങൾ ഇപ്പോൾ 5 കോടിയോളം രൂപയുടെ പ്രവർത്തനമാണ് നടക്കുന്നത്. വീണ്ടും അത് വികസിപ്പിക്കാനാവും. ഇതാണ് നമ്മൾ കാണുന്നത്.